അന്ന് 36 മണിക്കൂർ ലാസ്റ്റ് 36, അതായത് രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങി പിറ്റേ ദിവസം 10:30 ആ ക്ലൈമാക്സ് ഷൂട്ടിന്റെ തീരുന്നത്. അപ്പം മാക്സിമം 36 മണിക്കൂറെങ്കിലും പുള്ളി ഫുഡ് കഴിക്കില്ല. അന്ന് വാട്ടർ കട്ടായിരുന്നു, 6 പാക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ കട്ടാണ്. ദ ബ്രൂട്ടൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി, നമ്മുടെ മാർക്കോടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്താണ് അണ്ണൻ അതിനകത്ത് കാണിച്ചു വെച്ചിട്ടുള്ളതെന്ന് സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പൊ എന്താണെങ്കിലും ഈ സുധിച്ചേട്ടന്റെ ഒരു എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ഇന്റർവ്യൂകൾ ഇപ്പൊ 1-2 ഓൺലൈൻ മീഡിയ ചാനൽസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് നമ്മുടെ ആസിഫ് അലിയെ പറ്റി ഈ സുധി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സുധി എന്ന് പറയുന്ന ഈ ചേട്ടനും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും ആസിഫ് അലിക്കയും കൂടെ രണ്ടുപേരും ദുബായിൽ വെച്ചാണ് ഈ ഒരു സിനിമ കാണുന്നത്. അപ്പം നമ്മുടെ ആസിഫ് അലിക്കയുടെ റിയാക്ഷനെ പറ്റിയൊക്കെ ഈ ഒരു സുധി ചേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു ഇന്റർവ്യൂവില്. അതുപോലെ തന്നെ ഇപ്പൊ കുറെ പേര് ചോദിക്കും എന്തിനാണ് വീണ്ടും ഈ ഒരു സിനിമയെ പറ്റി വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന്. സിനിമയെ പറ്റി സംസാരിക്കണം, കാരണം ഈ സിനിമയെ ഒരു പരിധിയിൽ കൂടുതൽ ആരൊക്കെയോ നശിപ്പിക്കാൻ വേണ്ടി ഒരു സൈഡിൽ കൂടെ കിടന്ന് ശ്രമിക്കുന്നു. ആ സമയത്ത് നമ്മൾ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണ്ടേ? അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബാഹുബലിക്ക് ശേഷം ഒരു സിനിമ അങ്ങോട്ട് കൊറിയയിലൊക്കെ ചെല്ലുക. അങ്ങനെ ഒരു സിനിമയെ പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കുന്നതിനകത്ത് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ല, പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ സുധി എന്ന് പറയുന്ന ആളുടെ ഇന്റർവ്യൂവിനകത്തുനിന്ന് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റിന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണിമൂന്നിനെ പറ്റിയൊക്കെ ഈ സുധി പറയുന്നത് നിങ്ങൾ കേൾക്കാത്തവർ കേൾക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ ഈ ഒരു ചാനൽ വഴി കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടെ കേൾപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു സിനിമയിൽ കുറെ പേര് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഇതിന്റെ വ്യാജൻ ഒക്കെ ഇറങ്ങിയ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഈ സുധിച്ചേട്ടൻ ആസിഫ് അലിയെ പറ്റി പറയുന്നത് നിങ്ങൾ ആദ്യമേ ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആസിഫ് അലിക്ക് ഇറങ്ങി ഓടിയാ ദൈവത്തിനറിയാം, ഓടിപ്പോകും. ഈ സിനിമ ഇച്ചിരി മനക്കട്ടി ഇല്ലാത്തവരൊക്കെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. ഇച്ചിരി ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവരൊക്കെ മറ്റേ എന്റെ പൊന്നു മോനെ ഞാനൊക്കെ ഇരുന്നോണ്ടുണ്ടല്ലോ, ഇതിനകത്ത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു സീനൊക്കെ കണ്ടപ്പോൾ കണ്ണടച്ച് തിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെ കുറെ നേരം ഞാൻ ഇരുന്നത്, അപ്പുറത്തെ ആളുടെ മോന്തലോട്ട് നോക്കിയൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അങ്ങനെയാണോ? അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഈ ഒരു ചേട്ടൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കുക. പിന്നെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നില്ല, ഫോണിൽ കാണിച്ചു തരാം ഈ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷൻസ് മാത്രം. അത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാനും ആസിഫ് അലിക്ക ഇവിടെയാണ് ദുബായിൽ സിനിമ കാണാൻ പോയത്. അപ്പൊ അവിടെ ദുബായിൽ നമ്മൾ കേരളത്തിലെക്കാളും കുറച്ചും കൂടി പേഴ്സണൽ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പറയാം. അത് ഞാനും ഒക്കെ ഇവിടെ സിനിമ കാണാൻ പോയപ്പോ തന്നെ, കാരണം ഇവിടെ കാണിക്കുന്നേക്കാളും കുറച്ചും കൂടി കട്ടിയിട്ടാണ് അവിടെ വരുന്നത്. അവിടുത്തെ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആസിഫിക്ക നമ്മളിവിടെ ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആസിഫിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും ബ്ലഡ് ഷട്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാമിലി ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ ഷൂട്ടിംഗ് ആളുടെ സ്റ്റാഫായ കുറച്ച് മെമ്പേഴ്സ് എല്ലാവരും കൂടെ പോയത്. അപ്പൊ ഇത് കുറച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി. എന്നാലും കുറച്ചു നേരം ഇരുന്നു. പടം കഴിഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം പുറത്തു പോയിട്ട് വന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എല്ലായിടത്തും പറഞ്ഞു ഞാനാണ് പടത്തിന്റെ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. എന്നാ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇങ്ങനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. പിന്നെ ആസിഫ് അലിക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊന്നും മൊത്തത്തിലൊന്നും ആദ്യം ഞാൻ രണ്ടാമതൊന്നുകൂടെ പടം കണ്ടു. അപ്പോഴാണ് പിന്നെ ഓക്കെ അറിയാം ഇങ്ങനൊരു സംഗതി നടക്കുമെന്ന് അറിഞ്ഞിട്ട് പിന്നെ നമ്മളത് കാണാൻ വേണ്ടിയൊക്കെ ഇരിക്കുമായിരുന്നു. ആദ്യമേ കണ്ടില്ല, മിസ് ചെയ്ത് കളഞ്ഞു, കണ്ണടച്ച് കളഞ്ഞു. എന്നാ പിന്നെ ഇത്തവണ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റേ ഇച്ചിരി മനക്കെട്ടിയൊക്കെ പിടിച്ചാണ് രണ്ടാമത് കംപ്ലീറ്റ്ലി കണ്ടത്. ചില സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ഇപ്പൊ അറിയാം എല്ലാവർക്കും ആ ഒരു സീൻ, അതുകൊണ്ട് തന്നെ സ്പോയിലർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രഗ്നന്റ് ലേഡിയോട് കാണിക്കുന്ന ഒരു ക്രൂരതയൊക്കെ ഉണ്ട്. എന്റെ മോനെ ആദ്യം കണ്ടപ്പോഴൊക്കെ ഞാനൊക്കെ ലിറ്ററലി കണ്ണടച്ച് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയായി. പക്ഷെ അത് ഇപ്പം ആസിഫ് അലിക്കാന്നല്ല, അത് ആരാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി മനക്കെട്ടി കുറവുള്ളവർക്ക് ഇച്ചിരി പാടാടേ. അപ്പൊ പിന്നെ ആസിഫിക്കൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഒരു കാര്യം ഞാനത് കേൾപ്പിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാർസ് തന്നെ പോയി കാണുന്നുണ്ട് ഈ ഒരു പടം. അപ്പൊ ഈ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാവർക്കും അങ്ങ് ഗംഭീരമായിട്ട് തിരക്കഥ മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, മലയാള സിനിമയിൽ ഒരു വ്യത്യസ്ത ഒരു സിനിമ ഈ ഉണ്ണി മുകുന്ദന് ഇപ്പൊ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതിന്റെ ഡയറക്ടർ ഹനീഫ് അദനി ആണെങ്കിലും നാളെ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ചിലപ്പോൾ OTT-ലേക്ക് വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ കിട്ടുന്ന അത്ര ഒരു കുമ്മ് കിട്ടണമെന്നില്ല. ഇല്ല, സത്യമാണത്. പക്ഷെ ഇതൊരു തിയേറ്റർ വാച്ച് പടമാണ്. അത് അവിടെ തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുത്തും കോമയും മറ്റേ എല്ലാം കുത്തി തിരിഞ്ഞിരുന്ന് തെറ്റുകൾ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടുപിടിക്കാം. പക്ഷെ ഇതല്ല, അതിന് പറ്റിയൊരു സിനിമയല്ല ഇതെന്ന് എല്ലാവരും ഒന്ന് ആദ്യമേ മനസ്സിലാക്കുക.
ഇനി ഉണ്ണിമുകുന്ദനെ പറ്റി ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് മാർക്കോസ് സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വേറെ കുറച്ച് പരിപാടികൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം ഇതും കൂടി ഒന്ന് കേക്ക്. സാധാരണ ഫൈറ്റേഴ്സ് ആണ് ഈ കംപ്ലീറ്റ് ഡ്രസ്സ് സേഫ്റ്റി സൈഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫൈറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ അന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ രാവിലെ ഉണ്ണിച്ചേട്ടൻ വരുന്നുണ്ട് ഈ സംഭവം എടുക്കുക. ഉണ്ണിച്ചേട്ടൻ വരുന്നുണ്ട് ഈ സംഭവം എടുത്ത് ഉണ്ണിച്ചേട്ടന്റെ എൻട്രിക്ക് പുള്ളി ആവശ്യമില്ലാന്ന് വെച്ചിട്ട് ഒരു ഫൈറ്റേഴ്സ് ആണ് ആദ്യം ഇത് ചെയ്തത്. ഈ കാലിങ്ങനെ തുണി ചുറ്റിയിട്ട് ചെയ്തു. അപ്പൊ ഉണ്ണിച്ചേട്ടൻ വന്ന് പറഞ്ഞു, അയ്യോ ഇത് ഞാൻ തന്നെ ചെയ്യാമല്ലോ എന്ന് ഫൈറ്റേഴ്സ് പറഞ്ഞ് ആ സീൻ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഉണ്ണിച്ചേട്ടന്റെ കാലിൽ തന്നെയാണ് നമ്മൾ സേഫ്റ്റി സൈഡ് കെറ്റ്ലാസ് ചെയ്തിട്ട് ഉണ്ണി തന്നെയാണ് അത് ചെയ്തത്. ആ ഒരു രണ്ട് ടേക്ക് മാക്സിമം 2 ടേക്ക് ഓക്കെ. ദൈവഭാഗ്യം ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ല. കാരണം ഉണ്ണി അത്ര റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. എന്ത് റിസ്കിനും പുള്ളി റെഡിയായിരുന്നു. കാരണം അന്ന് 36 മണിക്കൂർ ലാസ്റ്റ് അതായത് രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങി പിറ്റേ ദിവസം 10:30ക്കാണ് ആ ക്ലൈമാക്സ് ഷൂട്ടിന്റെ തീരുന്നത്. അപ്പം മാക്സിമം 36 മണിക്കൂറെങ്കിലും പുള്ളി ഫുഡ് കഴിക്കില്ല. അന്ന് വാട്ടർ കട്ടായിരുന്നു. 6 പാക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ കട്ടാണ്. ഇടയ്ക്ക് എന്തോ പ്രോട്ടീൻ എന്തോ ബിസ്ക്കറ്റോ എന്തോ മിഠായി കഴിക്കാനല്ലാതെ പുള്ളി ഫുഡില്ല, വാട്ടർ ഇല്ല. ഇതിന്റെ ഇടയിലാണ് ആ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഫുഡ് കയറണമെങ്കിൽ ഇതിന്റെ 6 പാക്കിന്റെ റെസ്പോൺസ് കുറയുന്നുള്ള രീതിയിൽ പുള്ളി ടെൻഷൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യുക. അത് കാണാൻ നമുക്ക് വിഷമമാണ്. ഓക്കെ, ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഇതിപ്പം പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണെന്ന് പറയാം. ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു സീൻ ഉണ്ട്. ക്ലൈമാക്സ് ഒരു ഇടിക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് സീനിന് വേണ്ടിയിട്ട് ഉണ്ണിമുകുന്ദന്റെ ഒരു എൻട്രി ഒക്കെ ഉണ്ട്. അതിന് കാലയിൽ തീയൊക്കെ കാണിച്ചുകൊണ്ട് തീയൊക്കെ കത്തി അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് ഫൈറ്റേഴ്സ് ചെയ്യുന്നതാണ് ആ ഒരു സാധനം. അത് ഫൈറ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ഉണ്ണി തന്നെ ചെയ്യാം. അതിന്റെ കറക്റ്റ് ഒരു ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പടത്തിന്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ണി തന്നെ അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും സിനിമയിൽ ഒരു ഫൈറ്റ് സീനും ഇതുപോലെ തീയുടെ പരിപാടിയൊക്കെ വരുമ്പോൾ അതിനകത്ത് റിസ്ക് ആണല്ലോ. സോ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഉണ്ണി തന്നെ ആ ഒരു കാര്യം ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഈ 6 പാക്ക് ഒക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ണൻ 36 മണിക്കൂർ വൃത്തിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ഭക്ഷണം കഴിക്കാതെ ഇടയ്ക്കെന്തോ പൊറോട്ട മാത്രം കഴിച്ചുകൊണ്ട് 36 മണിക്കൂർ നിന്നു എന്നൊക്കെയാണ് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ നടൻ എടുക്കുന്ന എഫേർട്ട്, ആ ഒരു എഫേർട്ടിന് സീരിയസ്ലി ആ ഒരു എഫേർട്ടിന് നമ്മളൊരു ക്ലാപ്സ് കൊടുക്കണ്ടേ? ആ ക്ലാപ്സ് എന്റെ കമന്റ് ബോക്സിൽ അങ്ങ് ഇട്ടേക്ക്. അത് പുള്ളിക്കുള്ളതാ. കാരണം എല്ലാ നടന്മാരും ഒന്നും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരുപാട് റിസ്ക് എടുക്കേണ്ട സാധനങ്ങൾ നമ്മുടെ ലാലേട്ടനൊക്കെ ചെയ്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലാലേട്ടനൊക്കെ മമ്മൂക്കയാണെങ്കിലും ചെയ്യാറുണ്ട്, ഇല്ലാന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവരൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ അതൊരു ഒരു ന്യൂ ജൻ അല്ലെങ്കിൽ ഒരു ഇപ്പൊ വരുന്ന ഈ ആക്ടേഴ്സിന്റെ ഇടയ്ക്കൊന്നും എല്ലാവരും ചെയ്യുമോ എനിക്കറിയത്തില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ അവിടെയും മുന്നോട്ട് വന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ 36 എടുക്കുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള ആക്ടേഴ്സിനെ ഒന്നും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല, അവരും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ 36 മണിക്കൂർ ഭക്ഷണമില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട്. ഈ എക്സസൈസ് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ണിമുകുന്ദന്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്, ഞാൻ കണ്ടതാണ്. ഈ ഒരു ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നതും. പക്ഷെ അത് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. പുള്ളിയുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ഈ ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ് ആ വ്യക്തി ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല സീരിയസ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ ഉണ്ടില്ല. ഞാനത് കാണിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇനിയും ഇതുപോലെ തന്നെ ഈ വ്യക്തി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ കണ്ണില്, ഈ പടം കണ്ടവർക്കറിയാം, ഉണ്ണിമുകുന്ദന്റെ ഒരു കണ്ണിങ്ങനെ ചുമന്നൊക്കെ ഇരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സാധനം, ഒരു ഐ ഡ്രോപ്പ് കണ്ണിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പുള്ളി പറയുന്നത്. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ നല്ല പെയിനും കണ്ണിനൊക്കെ ഒരു ഇറിറ്റേഷനും ഫുള്ള് ചുമപ്പായി പോകും നമ്മളെ വിഷ്വൽസ് ഒക്കെ. അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിട്ട് പോലും ഉണ്ണിമുകുന്ദനൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്യണമെങ്കിൽ പുള്ളിയുടെ ഡെഡിക്കേഷൻ, അത് ഞാനിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉണ്ണിമുകുന്ദന്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനം അത് ചെറുതല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഞാൻ വീണ്ടും അത് പറയുന്നു. ആ ഒരു എഫേർട്ടിനൊക്കെ തന്നെയാണോ ഈ പടം ഇത്ര ഹിറ്റായത്? സത്യം പറയാലോ, അതിൽ ഞാൻ സത്യം പറഞ്ഞ ഹാപ്പിനെസ്, എനിക്കൊരു സന്തോഷമുണ്ട്. ഇത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളുടെ സിനിമ ഹിറ്റ് ആവണം. അങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ കൂടെ ചില ചെറ്റകൾ ഇറങ്ങും, ഇത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ച്. സംഗതി ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു റീലാണ്. പ്ലീസ് ഡോണ്ട് വാച്ച് പൈറേറ്റഡ് മൂവീസ്, വി ആർ ഹെൽപ്ലെസ്, ഐ ആം ഫീലിംഗ് ഹെൽപ്ലെസ്, only you can stop this by not watching or downloading the films online, it's a request. ഇത് ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്ത, പുള്ളി തന്നെ ഇട്ടിരുന്ന ഒരു റീലാണ്. ഇത് ഒരുപാട് പേരെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവേട്ടനൊക്കെ ചെയ്തെടുത്ത് സ്റ്റോറി ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേര്. ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ ഇവിടെ വെക്കാം, നോക്കട്ടെ. ഇത് സർജോൺ കാലിത്തൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ
ഇത് എന്നിട്ട് പൊക്കിയെന്നാണ് അറിഞ്ഞത് ഇതിങ്ങനെ ചെയ്യുന്നവന്മാരെയൊക്കെ കുറെ എണ്ണത്തിനെയൊക്കെ. അപ്പൊ എന്താണെങ്കിലും വോട്ടവോ ഇത് ആര് ചെയ്താലും നമ്മൾ കാണാതിരിക്കുക ഇങ്ങനത്തെ പൈറേറ്റഡ് കോപ്പീസ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു പടത്തിന്റെ കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം, ഇതൊരു തിയേറ്റർ വാച്ച് മൂവിയാണ്. ഇത് നിങ്ങൾ ഈ OTT വരുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. OTT വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവരെല്ലാം പറയുന്നത് വെച്ചിട്ട് ഇതിനകത്തുനിന്ന് കുറെ ഒരു 8 മിനിറ്റോളം ഭയങ്കരമായിട്ടുള്ള ബ്രൂട്ടൽ വയലൻസ് ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അത് OTT വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എങ്കിൽ പോലും ഇതൊരു മസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. അതിനെ പോയി OTT കാണുന്നത് തന്നെ കുറച്ച് അയ്യം. പിന്നെ അതിന്റെ പൈറേറ്റഡ് കോപ്പി ഈ തിയേറ്റർ പ്രിന്റ് ഒക്കെ കണ്ടിട്ട് എന്ത് തേങ്ങ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇറക്കുന്നവന്മാരും ഇത് കാണുന്നവന്മാരും രണ്ടുപേരെയും സമ്മതിക്കണം മക്കളെ. എങ്ങനെ പറ്റുന്നതൊക്കെ ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലാവാനാ? അതിനെക്കാളും നല്ല കാണാതിരുന്നാ പോരെ. കാണാതിരിക്കുക, ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ പടം കാണാനായിട്ട്. ഈ തിയേറ്റർ പ്രിന്റ് കണ്ടിട്ട് എന്ത് തേങ്ങ കിട്ടാനാ? ഒരു ക്ലാരിറ്റിയും കാണത്തില്ല. മര്യാദയ്ക്ക് വോയിസ് പോലും ക്ലിയർ ആയിരിക്കത്തില്ല. പിന്നെ എന്തിനാ അത് കുത്തിയിരുന്ന് കാണുന്നത്? വെറുതെ നിങ്ങളുടെ സമയം കളയാനോ? പിന്നെ ഇത് ഇറക്കുന്നവന്മാര് എന്റെ മക്കളെ എന്തിനാടാ പിന്നെ നിങ്ങളോട് പിന്നെ ദ്രോഹം ചെയ്യരുത് സിനിമാക്കാരോട്. അല്ലെങ്കിൽ കോടികൾ മുടക്കിയിട്ടുള്ള സിനിമയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ബോധം മനസ്സിലായില്ലേ, ബോധമുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തുകൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു പടം ഇത്രയും ഹൈപ്പിൽ പൊക്കോണ്ടിരിക്കുമ്പോ അതിന്റെയൊക്കെ തിയേറ്റർ അടിച്ചിറക്കിയിട്ട് കാണുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് തേങ്ങ മനസ്സിലാവാനാ? പറ്റുമെങ്കിൽ നിങ്ങൾ ആരും അങ്ങനെ എവിടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. താല്പര്യമുള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക, ഇല്ലാത്തവർ കാണണ്ട. കാരണം നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ഇഷ്ടപ്പെടത്തില്ല പടത്തിനെ. എന്തിനാ അങ്ങനെ വെറുതെ സമയം കളയുന്നത്? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ സമയം കളയാതിരിക്കുക. ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ടൈം അല്ലേ നമ്മുടെ എല്ലാവരുടെയും. സോ അത് കളയാതിരിക്കുക ഈ പൈറേറ്റഡ് കോപ്പി കണ്ടിട്ട്. ഇനിയിപ്പം ഈ സിനിമ ഇത് ലൈക്ക് മലയാളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഹിന്ദിയിലായി, എനിക്ക് തോന്നുന്നു തമിഴിൽ ഇന്നാന്ന് തോന്നുന്നു റിലീസ്, ഇന്ന് 3-ാം തീയതി, ഇന്നാ റിലീസ്. എല്ലായിടത്തും ഹെവിയാ. ഹിന്ദിയിലൊക്കെ കത്തും. മറ്റേ ബേബി ജോണാ, മറ്റേ കീർത്തി സുരേഷിന്റെ ഒരു പടം അതൊക്കെ പോയി. ഇത് മതി, മാർക്കോ മതി. അവിടെ ആ ഒരു ലെവലിലാ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ തമിഴ് താരം നമ്മുടെ സൂര്യ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഉണ്ണി അത് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. வணக்கம். என்னோட நண்பர் சகோதரர் ஆக்டர் உண்ணுமுகன் அவர்கள் நடித்த மார்கோ திரைப்படம் மற்ற மொழிகள்லாம் ரிலீஸ் ஆகி மிகப்பெரிய ஒரு வெற்றியை கொண்டாடிக்கிட்டு இருக்குது. அந்த படம் நாளைக்கு இங்கே தமிழில் ரிலீஸ் ஆக போகுது. இங்கேயும் மிகப்பெரிய ஒரு வெற்றி அடையும்னு நான் நம்புகிறேன். உண்ணுமுகன் பிரதர், உங்களுக்கும் மார்கோ டீம் அத்தனை பேருக்கும் என்னோட மனமார்ந்த வாழ்த்துக்கள். ஹாப்பி நியூ இயர். ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയാണിത്. പക്ഷെ എന്തൊക്കെ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞാലും ഒരുപാട് സ്റ്റാർസ് ഈ ഒരു പടം കാണുന്നുണ്ട്. അതിപ്പോ ആസിഫ് അലിക്ക് ഇപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പടം കണ്ടിട്ടൊന്നും പുള്ളി പറഞ്ഞതായിട്ട് എന്റെ അറിവില്ല കേട്ടോ. പുള്ളിയുടെ ഒരു സ്റ്റോറി പോലും കണ്ടില്ല. പക്ഷെ അവരൊക്കെ കാണുന്നുണ്ട്. ഇതുപോലെ തമിഴിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സൂര്യയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, പുള്ളിയൊക്കെ കാണും ചിലപ്പോൾ പടം. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഈ ഒരു സിനിമ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മലയാളികൾ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ കുട്ടികളെ എന്തായാലും കൊണ്ടുപോകാൻ ഞാൻ പറയത്തില്ല. പക്ഷെ സ്ത്രീകൾക്ക് ഒരുപാടങ്ങ് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനത്തെ വയലൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കണ്ടു ഒരു ചേച്ചിയൊക്കെ ഇരുന്ന് വാള് വെക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് അത് ചിലപ്പം അവർക്ക് മാത്രമല്ല, തൊട്ടപ്പുറം ഇരിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ഈ മനക്കെട്ട ഇല്ലാത്തവരെ ഒന്നും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ പറ്റുന്നവരെല്ലാരും പോയി തിയേറ്ററിൽ തന്നെ പടം കാണുക. OTT വരുമ്പോഴും പറ്റുമെങ്കിൽ കാണുക. കുറച്ച് ഈ വയലൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പോസ്റ്റ്മോർട്ടം വീഡിയോസ് കാണുന്നവരൊന്നും കാണണ്ട, അല്ലാത്തുള്ളവരൊക്കെ ഒന്ന് കണ്ടേക്ക്. സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇൻ ദ സെൻസ് ഒരുപാട് മറ്റേ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് കഥയും കുത്തിത്തിരിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊന്നും നോക്കാതിരിക്കുക. ക്രിഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ സാധനം ഇഷ്ടപ്പെടും, തിയേറ്ററിൽ ഇഷ്ടപ്പെടും, വർക്ക് ആവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സിനിമയെ പറ്റി ഇപ്പൊ ഈ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുറെ പേര് ഈ തകർക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒന്ന് ഉയർത്തി കൊടുക്കണ്ടേ സിനിമയൊക്കെ. കാരണം സിനിമയൊക്കെ നമുക്കും അത്ര ഇഷ്ടമാണ്. ഈ കാശിറക്കുന്നവരൊക്കെ ഇല്ലേ ഇതിന്റെയൊക്കെ പുറകെ. നമ്മളും നമ്മുടെ കാശ്, നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസ ഈ ഒരു പടത്തിന് പോയി നഷ്ടം വരുന്ന ഒരു സംഗതി ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയായിരുന്നു പറയത്തില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കണ്ട ആൾക്കാരോട് സംസാരിച്ചപ്പോഴും അവർക്കെല്ലാവർക്കും കുറച്ച് ക്രിഞ്ചും പരിപാടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആർക്കും എന്റെ കയ്യിലെ പൈസ കൊടുത്ത് ഞാൻ ആ പടത്തിന് പോയിട്ട് എനിക്കത് നഷ്ടം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, അത് നമുക്ക് പറയാലോ. അതേ ഞാനും ചെയ്യുന്നുള്ളൂ. എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ, ഒന്ന് കൂത്തിയിരുന്ന് സബ്സ്ക്രൈബ്, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബെല്ലൈക്കണും ഒക്കെ ഇട്ടിട്ട് ഓക്കെ. അപ്പം